ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതം മാറും. ഒറ്റ കാര്യം ആഗ്രഹിച്ചാൽ മതി, എന്റെ കർത്താവേ, നിന്നെ കേൾക്കാനുള്ള ഒരു ദാഹം എനിക്ക് തരണമേ. 1 കൊരിന്തോസ് 2:2 നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാന് ഈ ഫോൺ എടുത്തിട്ട് എനിക്ക് വേറൊന്നും അറിയണ്ട. ഈ ഫോണില് യേശുവിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ അതെനിക്കറിയണം. നിങ്ങൾക്കറിയാവോ? ശ്രദ്ധിക്കണം, എന്തെന്നറിയാം? കോരിന്തോസ് സഭ എന്ന് പറഞ്ഞ ഈ പൗലോസ് അപ്പോസ്തലൻ 2-3 കൊല്ലം അവിടെ ജീവിച്ച്, എനിക്കൊന്ന് 3, 4, 5 കൃത്യം ഓർമ്മ വളരെ മോശമാണിപ്പോ. അത്രയും കൊല്ലം അവിടെ ജീവിച്ചിട്ട് അദ്ദേഹം കോരിന്തിൽ സുവിശേഷ പ്രവർത്തനം നടത്തി അദ്ദേഹം 25,000-ഓളം മനുഷ്യരെ യേശുവിലേക്ക് കൊണ്ടുവന്നു. ഈ ഒറ്റ മനുഷ്യൻ കോരിന്തിൽ. ആ കോരിന്തിലെ സഭ അതിശക്തമായി കൃപാവരങ്ങളാൽ ജ്വലിച്ച സഭയായിരുന്നു. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കണം, ആ കോരിന്തിലെ സഭ, ആ കോരിന്തിലെ സഭയിലെ കോരിന്തിലെ വിശുദ്ധരെ എന്ന് പൗലോസ് അപ്പോസ്തലൻ വിളിക്കുമ്പോ ആ സഭ നിന്നിരുന്ന ആ സഭയുടെ പരിസരങ്ങൾക്ക് ചുറ്റും 3000-ലധികം വേശ്യകൾ ഉണ്ടായിരുന്ന ഒരു നഗരമാണ് കോരിന്ത്. 3000-ലധികം പ്രോസ്റ്റിറ്റ്യൂട്ടുകളുടെ നടുവിലായിരുന്നു ആ സഭ. പക്ഷെ ആ സഭയ്ക്ക് എന്തുണ്ടായിരുന്നു? കൃപയുണ്ടായിരുന്നു, കൃപ. അവർ നിന്നത് 3000-ലധികം പ്രോസ്റ്റിറ്റ്യൂട്ടുകളുടെ നടുവിലാണ് ഈ സഭ. ആ സഭയിലെ ആളുകളെയാണ് പൗലോസ് വിളിക്കുന്നത് വിശുദ്ധരെ എന്ന്. വിശുദ്ധരെ, കോരിന്തിലെ വിശുദ്ധരെ എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് തിരിഞ്ഞാലും പാപം ചെയ്യാനുള്ള പ്രേരണ തരുന്ന സ്ത്രീകള് ആകർഷിച്ചുകൊണ്ട് നിന്ന മ്ലേച്ഛതയുടെ ആ മഹാനഗരത്തിൽ അപ്പോസ്തലൻ വിളിച്ചു കോരിന്തിലെ വിശുദ്ധരെ. അവരുടെ ഇടയിൽ കൃപ. ആ കോരിന്തോ സഭയിലാണ് അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ഞാനല്ല അധ്വാനിച്ചത്, കൃപ.